നമുക്കിനി നമ്മുടെ ആട്ടിനെ പതുക്കെ നമ്മുടെ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. ആടൊക്കെ പഞ്ഞു പോലെയായി. അപ്പോൾ നമ്മളൊന്ന് മട്ടൻ കുഴിമന്തിയാണ്. ഒരു 3 ആട് വെച്ചിട്ടാണ് നമ്മൾ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതിനൊക്കെ നല്ലപോലെ ഒന്ന് വൃത്തിയായി കഴുകിയെടുക്കണം. ആദ്യം വാരിയെല്ലാം പാകണം കട്ട് ചെയ്ത് വിടണം. എങ്കിലേ ശരിക്കും ആവി ഇതിനകത്ത് പോവുള്ളൂ. മതി മതി. ഇന്ന് വെള്ളമൊന്ന് വാർന്ന് പോട്ടെ. എന്നിട്ട് നമുക്കിതിൻ്റെ മസാലകളൊക്കെ റെഡിയാക്കാം. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. കുറച്ച് കറുപ്പൂരോടാം. കുഴിൻ്റെ ഉള്ളി ഇറങ്ങിയിട്ടൊന്ന് കത്തിക്കാം. ചിരട്ടയൊക്കെ വെച്ച് കൊടുക്കാം. ആദ്യം ചിരട്ട പിടിക്കും. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തതിൻ്റെ ബാക്കിയാണത്. നല്ലോണം കത്തുന്നത്. നമുക്ക് ഈ മട്ടനിലത്തേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് വൈറ്റ് പെപ്പർ, കുറച്ച് ജിഞ്ചർ പൗഡർ, കുറച്ച് ഗാർലിക് പൗഡർ, ഉപ്പൊരല്പം കയറ്റിയിടണം, കാരണം ഉള്ളിലൊക്കെ പിടിക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി ഒരല്പം, കുറച്ച് ചാറ്റ് മസാല. ഇത് നമ്മൾ ചെറുനാരങ്ങയൊന്നും ഒഴിക്കാത്തതുകൊണ്ടാണ് ഇതിടുന്നത്. ഒരല്പം ഫുഡ് കളർ. ഇത് നമുക്ക് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മന്തി ഉണ്ടാക്കുന്ന പല ആളുകളും പലതരം മസാല ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ഒരു മസാലയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മുടെ മസാലനെ ആട്ടിൽ തേച്ച് പിടിപ്പിക്കാം. നന്നായി തേച്ച് പിടിച്ചോ. ഇത് ഇങ്ങനെ ഡ്രൈ മസാലയാണ് തേക്കുക. നല്ല ഉപ്പും മുളകൊക്കെ എല്ലാ ഭാഗത്തും പറഞ്ഞിട്ടാണ്. നമുക്കിനി ആട്ടിനെ ഗ്രില്ലിൽ വെക്കാം. കാൽപ്പുറത്തുണ്ട്. നല്ല വികസിച്ച് പറയട്ടെ. അവിടെ ഇരിക്കട്ടെ, 1 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി അരി കഴുകിയെടുക്കാം. നമുക്ക് ഇതിനെ കുതിരാനിട്ട് വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. നമ്മൾ വിറകൊക്കെ ഏകദേശം കത്തി നല്ലോണം കല്ലായി. ഇനി കുറച്ചുകൂടെ കത്താനുണ്ട്. ഈ വിറകും കൂടെ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാം. അപ്പോഴേക്കും നമുക്ക് ചോറ് എടുക്കാം. ഇതിനകത്ത് കനൽ മാത്രമേ പാടുള്ളൂ, തീ കത്തരുത്. നമുക്ക് ചട്ടി വെച്ച് ചോറ് റെഡിയാക്കി എടുക്കാം.
നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓയിലും വേണം. നമ്മളിത് 25 കിലോ അരിയാണ് വെക്കുന്നത്. നമുക്ക് കുറച്ച് കൊഴുപ്പിടത്തില്ല ആട്ടിൻ്റെ. ഇനി കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട്. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സഹജീരകം, കുറച്ച് ഏലക്കായ, കുറച്ച് കുരുമുളക്, കുറച്ച് പട്ട, തിളക്കട്ടെ. വെള്ളം നല്ല അടിപൊളി തിളയ്ക്കാൻ തുടങ്ങി. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് അരി ഇടാം. പതുക്കെ 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 ലേശം ഫ്രണ്ടിൽ കൊട്ടി. ഇനി കുറച്ച് ഉണക്ക നാരങ്ങ, ഇനി നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം. അതൊരു 10-15 മിനിറ്റ് കൊണ്ട് ആവുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ക്രാമ്പ് കൂടെ നമുക്കിത് ഇറക്കി വെക്കാം. കളിക്കാം ഒന്ന് മിക്സ് ആട്ടെ. നമ്മുടെ കടലക്കൊന്ന് ഉപ്പായി കൊടുക്കാം. നമുക്കിതൊരു കുഴിയിലിറക്കി വെക്കാം നമ്മുടെ ചോറിന്. കറക്റ്റ് സെൻറ്ററിൽ വെക്കി. അവിടെ ഇച്ചിരി ഉണ്ടാക്കും. ആ ഓക്കെ. നമുക്കിനി നമ്മുടെ ആട്ടിനെ പതുക്കെ നമ്മുടെ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. ഇങ്ങോട്ട് പറ്റേ ആ ഗാഡി അങ്ങനെ പറ്റേ. ഓക്കെ. നമുക്കിനി മിക്സിയിലേ പോയി നമുക്കിനി കുഴി അടച്ചു വയ്ക്കാം. വലിച്ചു പിടിച്ചോ. ഇച്ചിരി പോക്ക് അവിടെ. റെഡി വെച്ചോ. അവിടെ ഇരിക്കട്ടെ, ഒരു 3 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക്
തുറന്ന് നോക്കാം. നമ്മൾ 2-2.5 മണിക്കൂറായി ഇപ്പോൾ വെച്ചിട്ട്. ചൂടുണ്ടിട്ടത് മൂടി പതുക്കെ കുറച്ച് വെള്ളമുണ്ട് പിടിച്ചോ. ആടൊക്കെ പഞ്ഞ് പോലെയായി. സംഗതി പൊളിച്ചു. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അടിപൊളി അല്ലേ? ഓക്കെ, നമുക്ക് ചോറും കൂടെ പിടിച്ചോ. അടിപൊളി. ഇന്നും കുറച്ച് വറുത്ത ഉള്ളി ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിട്ട് കൊടുക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ ചോറൊന്ന് മിക്സ് ചെയ്യാം. എന്താ അത് അടിപൊളി മണം. നമുക്ക് കഴിക്കാനുള്ള ചോറെടുക്കാം അതിൽ. എന്താ ചോറില്ലേ? നമുക്ക് ഈ ആടിന് ഒരെണ്ണം നമുക്ക് എടുക്കാം. ഇത് സംഗതി പകുതിയെ കിട്ടുള്ളൂ. എന്തായാലും ഒരുപാട് വെന്തു. ഇതിന് പകുതി കൂടെ എടുത്തിട്ട് അങ്ങനെ വെക്കാനേ പറ്റുള്ളൂ. ശരിക്കും വെന്തു. അപ്പം ഞങ്ങളത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ആദ്യം ഇറച്ചി എന്തായി നോക്കാം. ഒന്നും ആകാനില്ല, ഇനി എവിടെയും വേകാനില്ല. ഇതാ എന്നാ ബിബി എടുത്ത് കഴിച്ചോട്ടാ. അതെ അതെ, ഇത് അതെ. നമ്മൾ വീഡിയോ കണ്ട് രസിച്ച ആളുകളാണല്ലേ, പക്ഷെ അത് ലൈവ് നമ്മൾ ഉണ്ടാക്കിയിട്ടാ. അതെ, ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നിസ്സാരം അല്ലേ ശേഷ? ചോറ് സൂപ്പർ അല്ലേ? സൂപ്പർ ടേസ്റ്റ്. ഇനി വേഗം അല്ലത് ഇതാ ആട് എന്താ അതില്ലേ? 2.5 മണിക്കൂർ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഇത് ശരിക്കും ഇത് മസാലകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ടേസ്റ്റ് നോക്കാം. നല്ല രസമുണ്ടാ ഇതേ. നമ്മൾ മലയാളികൾ മസാല കടിച്ച് കഴിച്ചിട്ടേ ഇതേ ഇത് കഴിക്കുമ്പോഴാണ് ശരിക്കും. അതെ, ഇത്തിരി സ്ഥലത്തേക്ക് എടുത്ത് ഒഴിക്കുക. അതെ, നല്ല ചോറ്റിൽ തൊഴിച്ച് നല്ല രസമുണ്ടാവും. എന്നാ എന്നാ ഇത് ശരിക്കും മന്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ സുഖം കിട്ടുക. ഇനി കുറച്ച് തൂം, അത് അടിപൊളിയായിരിക്കും. അത് കൂടെ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും. ഇനി കുറച്ച് എടുക്കുക, എന്നിട്ട് വേണ്ടത് ഒഴിച്ച് കഴിക്കണ്ട. അപ്പോൾ നമ്മളത് ഇനി 2 ആടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളും കൂടി കഴിച്ചുകൊണ്ട് നമ്മളത് ഓർഫനേജിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നുള്ള പരിപാടിയാണ്. പക്ഷേ ഓർഫനേജിൽ ചിലപ്പോഴേ നമ്മൾ വീഡിയോ എടുക്കുള്ളൂ അല്ലേ? ചിലപ്പോൾ ഈ വീഡിയോ നമ്മളിതിൻ്റെ ഇവിടത്തോടുകൂടി വൈൻഡപ്പ് ചെയ്യും. ചില സമയത്ത് നമ്മൾ ഓർഫനേജിൽ പോയിട്ട് അവിടെ സാഹചര്യം നോക്കട്ടെ, എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി അല്ലേ രാശ? പൊളി. നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ മന്തിയിൽ
ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറേ മാറ്റമുണ്ട്, മട്ടനിൽ കുറേ മാറ്റമുണ്ട്. പക്ഷേ അത് ഒരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ് അല്ലേ? അതെ അതെ, ഇത് നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കിയപ്പോഴേ ശരിക്കും ചോറിൻ്റെ ടേസ്റ്റ് വല്ലാത്ത ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ് ശരിക്കും. അതുപോലെ ആടുവായില്ലേ, പൊളി. ആടിൻ്റെ ആ കൊഴുപ്പൊക്കെ ഇതിൽ ഉരുകി ഇറങ്ങിയിട്ടില്ലേ, ശരിക്കും ചോറ്റിൽ മുഴുവൻ ഇറച്ചിൻ്റെ മണം. അപ്പോൾ നമ്മൾ ഞങ്ങൾ കഴിച്ചിട്ട് അത് കൊണ്ടുപോകണം, സമയം ഇരുട്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? ബൈ. ഇവിടെ